ആ ഡോലാരി മുഴുവൻ ഞാൻ കരഞ്ഞോണ്ടാ കളിച്ചത്. ഇനി ഞാൻ ഒരിക്കലും ഡാൻസ് ചെയ്യില്ല. എനിക്കൊന്ന് ഞാൻ മാത്രമാണ് മുസ്ലിം പെൺകുട്ടി ഭരതനാട്യത്തിന് പോകുന്നത്, ഭരതനാട്യം ക്ലാസ്സിന് പോകുന്നത്. കണ്ണൂക്കാരാണ് എന്നെ ഷംന കാസിം ആക്കിയത്. എനിക്കൊന്ന് കണ്ണൂരില് എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടാവും, എല്ലാ അമ്പലത്തിലും ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പെരുന്നാളാവുമ്പം നമ്മുടെ ഹിന്ദുക്കളുടെ വീട്ടിലൊന്നും ഫുഡ് വെക്കൂല, കാരണം നമ്മളെല്ലാം കൊണ്ടുപോകും. പിന്നെ ഓണം ആവുമ്പോ എല്ലാം അവരുടെ വീട്ടിൽ നിന്നായിരിക്കും. അപ്പൊ ലാലേട്ടനൊക്കെ എന്നെ ഒരുപാട് ബ്ലെസ് ചെയ്ത് അയച്ചൊരു സിനിമയാണ് മുൻകാണ്ടി. പണ്ട് എന്റെ മമ്മി എന്നോട് പറയുന്നത് എന്നെ കല്ലുമ്മക്കായ വെക്കുന്നവനെ കൊണ്ട് കെട്ടിക്കാന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കല്ലുമ്മക്ക. നമ്മുടെ വീട്ടിലൊക്കെ പുതിയാപ്പിളമാര് വരുമ്പോ ഇങ്ങനെ വരിക, ഒരു മാസം കൊണ്ട് പുതിയാപ്പിളമാർ ഇങ്ങനെയാവും. സത്യാണേ? വെൽക്കം ബാക്ക് ടു സെയ്തൂൻ സൊറവറ. നമ്മളെപ്പോഴും പറയുന്നത് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പക്ഷെ ഇന്ന് മലയാളികളുടെ മാത്രമല്ല, കന്നഡ, തെലുഗു, മലയാളം, തമിഴ് എന്നിവരുടെ അദ്ദേഹത്തിന്റെ നൃത്തത്തിലും അഭിനയത്തിലും എല്ലാവരുടെയും മനസ്സ് കീഴടക്കി നമ്മുടെ സ്വന്തം ഷംന കാസിം. താങ്ക് യു സോ മച്ച്. ശരിക്കും ആദ്യമായി നിങ്ങള് നാട് എവിടെയാണ്? കണ്ണൂർക്കാരിയാ. കണ്ണൂരല്ലേ? ഞാനും കണ്ണൂരാണ്. കണ്ണൂരാണോ? പിന്നെ ഞാൻ തലശ്ശേരി. അത് കണ്ണൂരല്ല കേട്ടോ, അത് 15ാമത്തെ ജില്ല. ഞാൻ പ്രോപ്പർ കണ്ണൂർക്കാരിയാണ്. പ്രോപ്പർ കണ്ണൂര്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് ഈ പരിപാടി സൊറബറ എന്നൊരു പേര് വന്ന തന്നെ ഞാൻ ഒരു സൊറബറ, അതെ, നമ്മൾ അവിടെ അങ്ങനെയാണല്ലോ പറയാ. ഞാൻ ഇതിന്റെ പേര് കേട്ടപ്പോ എനിക്ക് ഭയങ്കര കാച്ചി ആയി. പിന്നെ ഫ്രണ്ട് ആണല്ലോ പറഞ്ഞിങ്ങനെ സൊറബറ, അത് എന്റെ നാട്ടിൽ കേൾക്കുന്ന വേർഡാണല്ലോ. അതുകൊണ്ട് അത് കണക്ഷൻ വേഗം കിട്ടും. അതെ അതെ അതെ. എന്റെ സ്ലാങ്ങും പതുക്കെ മാറും. അതുകൊണ്ട് ഇന്ന് ക്ഷമിക്കണം, നമ്മുടെ യഥാർത്ഥ മലയാളത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് വരും. എനിക്കുണ്ട് കുറെ വേർഡ്സ് ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം അറിയില്ല, നമ്മൾ അവിടെ മോണ്ടിസറി അറിയോ സ്കൂളോ? നമ്മുടെ ഞാൻ പഠിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെയാണ്. അപ്പൊ പിന്നെ വിട്ടുതരും. അപ്പൊ പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പൊ അവിടെയൊക്കെ പഠിച്ചതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഞാനും എന്റെ ഒരു 4ാമത്തെ ഇത്തം മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എന്റെ ഡാഡിയൊക്കെ എന്ന് പറയുന്നത് ഫുൾ പ്രോപ്പർ കണ്ണൂരാണ്. ഭാഷയും എല്ലാം. ഇപ്പൊ ഇങ്ങോട്ട് മലയാളത്തിൽ സംസാരിക്കാൻ ഇപ്പൊ അത് ഓഫീസിൽ പിന്നെ ഡാഡി പിന്നെ വേറെ ലാംഗ്വേജ് പറയും. ഡാഡിക്ക് വേറെ ഒന്നും അറിയില്ല, മലയാളം മാത്രമേ അറിയൂ. എന്റെ മോനോട് ഇംഗ്ലീഷിലാണ് കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി അത് മെച്ചപ്പെട്ടു. അതിപ്പോ ഡാഡി ഇപ്പൊ നമ്മളുടെ മക്കളൊക്കെ ഇപ്പൊ എന്റെതും എന്റെ സിസ്റ്ററിന്റെ ഒക്കെ ആയപ്പം ചെറിയൊരു ഹിന്ദി വേർഡ് കം ഗോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്റെ 4ാമത്തെ ആളുടെ കുട്ടി ലൈക്ക് ഹിന്ദിയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയായപ്പോ എന്റെ ഡാഡി എന്നോട് പറഞ്ഞു, മോളെ മലയാളം പഠിപ്പിക്കണം. എനിക്ക് സമാധാനത്തോടെ അവനോട് മലയാളം സംസാരിക്കണം. നമ്മുടെ ലാംഗ്വേജ് എന്തായാലും നമ്മൾ പറയണം അല്ലേ? അത് നമ്മളെ കണ്ണൂർ തന്നെ പറയണം. പിന്നെ അതെ, വേറെ തന്നെ രസ. ഭക്ഷണവും ഭാഷയും ഇതൊന്നും നമ്മൾ വിട്ടിരില്ലേ? ഭക്ഷണം ഫസ്റ്റ്. അതെ, ഞാനും എന്റെ ഇക്കയായിട്ട് ഇന്നും തല്ലുപിടിക്കുന്ന കാര്യമാണ്. എവിടെയെങ്കിലൊക്കെ ഹോട്ടലിൽ പോയി കഴിയുമ്പോ ഇവിടെ അപ്പം എല്ലാം കണ്ണൂർ ഡിഷസ് ആണ്. ഈ മുട്ടമാലയൊക്കെ നമ്മുടെ ഡിഷാണ്. അപ്പൊ ഇക്ക വിട്ടുതരില്ല. പിന്നെ എല്ലാം നിന്റെ കണ്ണൂർക്കാരുടെയാണ്. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഡൗട്ട്? കോഴിക്കോടേക്ക് കൊണ്ടു എവിടെയും പറയില്ല. പക്ഷെ കണ്ണൂര് പുള്ളിക്കാരൻ പറയും, ഇതും നിന്റെ തന്നെയാ, ഇതും നിന്റെ കണ്ണൂർക്കാരുടെ, ഇതും നിന്റെ കണ്ണൂർക്കാരുടെ. അറിയാം. ഞാൻ വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കരുത്. നമ്മള് കണ്ണൂരാരും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ അത്രയും അധികം ഒരു പേര് നമ്മള് സൽക്കരിക്കാന് പുതിയാപ്പിളന്മാരെ, നമ്മുടെ വീട്ടിലൊക്കെ പുതിയാപ്പിളന്മാര് വരുമ്പോ ഇങ്ങനെ വരിക, ഒരു മാസം കൊണ്ട് പുതിയാപ്പിളന്മാർ ഇങ്ങനെയാവും. സത്യാണേ? അല്ലേ? അങ്ങനെയാണ്. പിന്നെ പ്യാപ്പിളമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റോടെ തിന്നു തന്നെയാണ്. അതെ അതെ അതെ. സോ അത് കണ്ണൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കിയില്ല. സോറി കേട്ടോ, ബാക്കിയുള്ള ആൾക്കാരും തന്നെ നാട്ടിൽ അടിക്കരുതേ. അതിപ്പോ ഇത് നൃത്തത്തിലും അഭിനയത്തിലും വളരെയധികം പേരും പ്രശസ്തി നേടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതെങ്ങനെയാണ് നിങ്ങൾ തുടക്കം, എസ്പെഷ്യലി മലബാർ റീജിയനിൽ, അതും നിങ്ങളുടെ നാട്ടിൽ പഠിച്ചു വളർന്നതാണ്, സെന്റ് തെരേസസിലൊക്കെ അല്ലേ നിങ്ങൾ പഠിച്ചത്? യെസ്. അപ്പൊ അവിടെ ഒക്കെ പഠിച്ചു വളരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ ഒരു കാലഘട്ടത്ത് നൃത്തത്തിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം അത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതെങ്ങനെയാണ് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് ഈയിടെയാണ് കോണ്ടന്റ് ക്രിയേറ്ററും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റൻസ് കുറച്ചെങ്കിലും വന്നു, ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഷോസ് കുറച്ചെങ്കിലും ഒരു പേരൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ടഫ് കാലഘട്ടമായിരുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ? എല്ലാ ക്രെഡിറ്റ്സും എന്റെ മമ്മിക്ക് തന്നെ കൊടുക്കണം. കാരണം എനിക്ക് ആ സ്ട്രഗിൾ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചെറുതാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫേസ് ചെയ്ത ഒരാൾ എന്റെ
എൻ്റെ മമ്മി തന്നെയായിരിക്കും. കാരണം പുള്ളിക്കാരിയുടെ ഒരു ഹാർഡ് വർക്കാണ് ഷംന കാസിം. അതെനിക്ക് എവിടെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം അന്നെന്ന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ ഡാൻസ് കണ്ടുപിടിച്ചാൽ എൻ്റെ മമ്മിയാണ്. ചെറുപ്പത്തിൽ എൻ്റെ വെത്തിലപ്പള്ളി വയൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കണു, ബാക്കുക്കൂവ, അതാണ് എൻ്റെ ഫസ്റ്റ് ഡാൻസ്. അപ്പൊ അന്ന് ആ ഡാൻസ് കളിച്ചപ്പം ആ നാട്ടുകാരിൽ എല്ലാവരും പറഞ്ഞു, അയ്യോ ഷംന നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിലാണ് മമ്മി ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയി ക്ലാസിക്കലിനെ ചേർക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ എനിക്കൊന്ന് ഞാൻ മാത്രമാണ് മുസ്ലിം പെൺകുട്ടി ഭരതനാട്യത്തിന് പോകുന്നത്, ഭരതനാട്യം ക്ലാസ്സിന് പോകുന്നത്. അങ്ങനെ പോവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം മാസ്റ്റേഴ്സിന്റെ അടുത്താണെങ്കിലും എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഇല്ല, ഡാൻസിന്റെ ഇടയിലില്ല. ഭരതനാട്യത്തിന്റെ ഫ്രണ്ട്സിന് എല്ലാം ഹിന്ദുസ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊക്കെ മാറി. പിന്നെ ഡാൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയുന്ന കാലം മുതൽ എൻ്റെ നാട്ടുകാർ തന്നെയാണ് കണ്ണൂക്കാരാണ് എന്നെ ഷംന കാസിം ആക്കിയത്. എനിക്കൊന്ന് കണ്ണൂരില് എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടാവും, എല്ലാ അമ്പലത്തിലും ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് ഒന്ന് അവിടുത്തെ അമ്പല പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രോഗ്രാമാണ്, അങ്ങനെ ഉണ്ടാവും. അപ്പം ഇപ്പൊക്കെ ചില അമ്പലങ്ങളിൽ കയറാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും പണ്ടൊക്കെ ഞാൻ അവിടെ ഡാൻസ് കളിച്ചിട്ടില്ല. കാരണം അത്രയും എന്നെ അവിടെ അത്ര അക്സെപ്റ്റൻസ് ചെയ്ത ഒരാളാണ്. സോ ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറയും അവിടുത്തെ എല്ലാ അമ്പല പരിപാടിയിലും ഞാൻ ഷംന ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്. പിന്നെ എന്തെങ്കിലും ഇപ്പം നമ്മുടെ അവിടെ ഒരു പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവില്ല, എൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പള്ളിയിൽ ഞാൻ പള്ളി പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ പോയി പഠിച്ച ഒരാളാണ്. അപ്പോഴേ എനിക്കൊരു വലിയ റിജക്ഷൻ ഉസ്താദുമാരൊന്നും അങ്ങനെ ഡാൻസിന്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സിനിമയിൽ കയറിയ സമയത്ത് എൻ്റെ കുടുംബത്തിൽ തന്നെ മമ്മി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡാഡി ആണെങ്കിലും. പക്ഷെ ഇപ്പം അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അന്ന് സിനിമ വന്നപ്പം ഒരു പ്രശ്നമായിരുന്നു, വലിയൊരു പ്രശ്നം തന്നെ, കുടുംബ പ്രശ്നമായിരുന്നു. പല അഭിപ്രായങ്ങളും. നല്ല പ്രശ്നമാണ്. അപ്പൊ ഈ ഡാൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറീസ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വായിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂരിൽ ഞാൻ ഡാൻസ് കളിക്കാത്ത സ്ഥലങ്ങളില്ല, അത് തന്നെയാണ് എന്റെ മെമ്മറീസ്. പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത് നോട്ടീസാണ് അല്ലേ, നോട്ടീസ് വന്നിട്ടല്ലേ തരാം. അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും എൻ്റെ ഉമ്മാമ്മ. ഞാൻ ഈയാന്നാ വിളിക്കുക. അപ്പം ഈയെ പോയ സമയത്ത് ഈയുടെ ഷെൽഫ് തുറന്ന സമയത്ത് എനിക്ക് ഓർക്കുന്നുണ്ട്, ഈയുടെ ഡ്രസ്സിനെക്കാട്ടി കൂടുതൽ ഈ നോട്ടീസുകളാണ്. എൻ്റെ ഓരോ അമ്പലത്തിന്റെ പരിപാടിയുടെ നോട്ടീസ് എടുത്തു വെക്കും. അങ്ങനെയാണ്. പിന്നെ അതിന്റെ ഇടയിൽ എനിക്കൊരു ചെറിയ ഇൻസിഡന്റ്, നമ്മുടെ നാട്ടിലെ വെത്തിലപ്പള്ളി, എൻ്റെ നാട്ടിലെല്ലാവർക്കും അറിയാം, ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ടെറസിന്റെ മുകളിൽ താഴെ വീണു. ഒരു പൂച്ചനെ പിടിക്കാൻ പോയതാ. അപ്പം പൂച്ചനെ പിടിക്കുന്ന സമയത്ത് പൂച്ച വന്നില്ല, പക്ഷെ ഷംന താഴത്തേക്ക് പോയി. അങ്ങനെ നമ്മുടെ ഇതുണ്ടാവില്ലേ കിണറിന്റെ ഇതിൽ തട്ടി അങ്ങനെ വീണ്, അങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് 3 months ഹോസ്പിറ്റലൈസ്, മംഗലാപുരം കുറെ റിജക്ട് ചെയ്തു. നമ്മുടെ അവിടെ മണിപ്പാൽ എന്നൊക്കെ പറഞ്ഞ് അവിടെയാണ് എന്നെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ നാട്ടുകാരുടെ സ്നേഹം ഞാൻ അറിഞ്ഞത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഈ നേർച്ച വെക്കില്ലേ, അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ നേർച്ച വെച്ചിട്ടുണ്ടാവും, പക്ഷെങ്കിൽ നമ്മുടെ അയൽവക്കക്കാര് കുറെ നേർച്ച വെച്ചിട്ടുണ്ട്. ഷംനൻ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയും എന്നും, എന്നെ വളർത്തി കൊണ്ടുവന്ന നാട് കണ്ണൂരാണ്. ഷംന എന്നുള്ളൊരു പേര് എനിക്ക് തന്നത്. കാരണം ഇപ്പം അസുബിൻ പറയുന്ന പോലെ സിനിമ, അതെനിക്ക് തോന്നുന്നു അതെങ്ങനെയോ സംഭവിച്ചു പോയതാണ്. കാരണം അതറിയില്ല, അത്രയും ഒരു നോർമൽ ലൈഫ് വന്നൊരു പെൺകുട്ടിക്ക്. കാരണം എൻ്റെ ഡാഡി എന്ന് പറഞ്ഞ ഒരു സാധാരണ മീൻകാരൻ, ഒരു മീനിന്റെ ജോലിക്ക് പോകുന്ന ഒരു ഡാഡി ആയിരുന്നു കാസിം. ലൈക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ മമ്മി ഒരു നോർമൽ ഹൗസ് വൈഫാണ്, ഞങ്ങൾ സാധാരണ വീട്ടുകാരാണ്, അങ്ങനെ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരാളിൽ നിന്നൊരു സിനിമയിൽ വരുന്നത് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഡാൻസ് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ കുടുംബത്തിലാണെങ്കിലെല്ലാം. അപ്പം അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വെത്തിലപ്പള്ളി വയൽ പ്രോപ്പർട്ടിയാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എസ്പെഷ്യലി കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മതജാതി വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മളിപ്പോ ഒരു ഓട്ടോ കയറിയാൽ തന്നെ ഞങ്ങൾക്ക് 3 മതക്കാരെയും അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചിലപ്പോൾ ലേബിൾ, ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കാണാം. അങ്ങനെയൊന്നും. കാരണം ഞാനൊക്കെ വളർന്ന സമയത്ത് ഇപ്പൊ ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും, ഇപ്പൊ പെരുന്നാളാവുമ്പം നമ്മുടെ ഹിന്ദുക്കളുടെ വീട്ടിലൊന്നും ഫുഡ് വെക്കൂല, കാരണം നമ്മളെല്ലാം കൊണ്ടുപോകും. പിന്നെ ഓണം ആവുമ്പോൾ എല്ലാം അവരുടെ വീട്ടിൽ നിന്നായിരിക്കും, വിഷു ആണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നായിരിക്കും. പക്ഷെ ഇതൊക്കെ മാറി ഞാൻ കണ്ട ഒരു സ്ഥലമാണ് എറണാകുളം. എറണാകുളത്ത് വന്നപ്പം ആ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. നെയ്ബേഴ്സ് അറ്റാച്ച്മെന്റ്. കാരണം നമ്മുടെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഫാമിലീസിനെക്കാട്ടി അറ്റാച്ച്ഡ് ആണ് നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ നിങ്ങളൊരു കണ്ണൂർ കാര്യമായതുകൊണ്ട് കണ്ണൂരിനെ കുറിച്ച് കൂടുതൽ വെച്ചാൽ നമ്മളിവിടെ ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വന്നു. ഇപ്പൊ നിങ്ങൾ 22ാമത്തെ ഗസ്റ്റാണ്, അതും അല്ലടാ 22ാമത്തെ ഗസ്റ്റാണ്.
അപ്പോൾ പലവരോടും നമ്മളൊരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാണ്. അപ്പം ചില ആൾക്കാർ, കൂടുതൽ ആൾക്കാർ 80% ആൾക്കാർ കോഴിക്കോടുകാരെ കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇത് തന്നു, നിങ്ങൾ കോഴിക്കോട് ഇനി പറയണ്ട, കണ്ണൂർ തന്നെ പറഞ്ഞാൽ മതി. അല്ല, കോഴിക്കോട് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ, എനിക്കുണ്ട്. പക്ഷെ അവർക്കും അതേ ഒരു നല്ല എന്ന് വെച്ച് ബാക്കിയുള്ള ജില്ലക്കാർ മോശമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ എറണാകുളത്താണ്, ട്രിവാൻഡ്രം, അങ്ങനെയൊന്നല്ല. നമ്മുടെ ഓരോ സ്ഥലത്തിലെ ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ എന്നോട് ചോദിക്കും, ഷംന എന്തെങ്കിലും ബ്രേക്ക് എടുക്കുമ്പം എവിടെ പോവാനാണ് ഇഷ്ടം എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് കണ്ണൂരാ. മാഷാ അല്ലാഹ്. എനിക്ക് കണ്ണൂർ പോയാൽ അതാണ് എൻ്റെ റിലാക്സിങ് പ്ലേസ്, അതാണ് എൻ്റെ സ്ഥലം. അടിപൊളി. അപ്പൊ നിങ്ങൾ ശരിക്കും സിനിമയിൽ വരുമ്പോൾ 100% രണ്ട് രീതിയിലുള്ള പ്രഷറാണ് നിങ്ങൾ നേരിട്ടുണ്ടാവും. ഒന്ന്, സിനിമയിൽ നിങ്ങൾ ആദ്യമായിട്ട് കയറുമ്പോൾ ഉള്ള പ്രഷർ ഓൾറെഡി ഉണ്ട്. രണ്ടാമത് ബാക്ക് എൻഡിൽ ഫാമിലി പ്രഷർ ഉണ്ട്. രണ്ടും ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയാ അത് ഒന്ന് രണ്ടും? ഞാൻ പറഞ്ഞില്ലേ, ഈ ഫാമിലി പ്രഷർ ഞാൻ അന്ന് അറിഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ചെറുതാണ്. അപ്പം പിന്നെ എത്രാമത്തെ വയസ്സായിരുന്നത്? മഞ്ഞു പോലൊരു പെൺകുട്ടി അഭിനയിക്കുമ്പം ഐ എം സ്റ്റഡിങ് ഇൻ 9th standard or something. അപ്പൊ അന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ലീവ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് 10th standard ആയപ്പം എനിക്ക് TC വന്നു, സെൻട്രി സാൽസ്. ലീവ് എടുക്കുന്നത് കാരണം 10th standard ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം 10th standard വീണ്ടും ഞാൻ CBIC എടുത്തിട്ടാണ് 10th ഞാൻ ലാസ്റ്റ്. കാരണം പക്ഷേ 10th ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സെന്റ് തെരേസാസിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ എനിക്കത് ഫിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഷൂട്ടിന് പോകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വന്നപ്പം ആ ഒരു സപ്പോർട്ട് എനിക്ക് ആ സമയത്ത് പ്രിൻസിപ്പൽ ഭയങ്കര കുറവാണ് തന്നത്. അപ്പം വേറൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ബി ഫ്രാങ്ക് അല്ലേ, നമ്മൾ എന്തിനാണ് ഹൈഡ് ചെയ്യണം. ബട്ട് സെന്റ് തെരേസാസിൽ നല്ല ഓർമ്മകളുണ്ട്, മോണ്ടസറിയിൽ എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ അന്ന് എനിക്ക് തിരിച്ച് വീണ്ടും മോണ്ടസറിയിൽ പോകാൻ എൻ്റെ അടുത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചപ്പം റെഡി ആയിരുന്നു. പക്ഷെ CBIC എനിക്ക് അത്രയും പെട്ടെന്ന്, കാരണം രണ്ട് സിലബസ് ആണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് പോയി എനിക്ക് പകുതിക്കൊന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അൽഹംദുലില്ലാ ആ 10th ക്ലാസ് ഞാൻ ജയിച്ചതാണ് വലിയ കാര്യം. വലിയ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും പാസ്സായി കിട്ടി. അത് എൻ്റെ ട്യൂഷൻ ടീച്ചറിന് വലിയൊരു താങ്ക്സ് പറയണം, ലീനേച്ചിനോട്. കാരണം ലാസ്റ്റ് മൂമെന്റ് ഞാൻ വേറൊരു സിലബസിലേക്ക് മാറി. അന്ന് ലീനേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ റാണിയാണ്. പുള്ളിക്കാരി അടുത്ത് പഠിച്ച ആരും തോക്കൂല, അങ്ങനെ ഒരു ഉറപ്പുണ്ട്. ദുള്ളൽ റാണിയാണ് പുള്ളിക്കാരി. ഇത്ര മാർക്കാണ് ഇവിടെ കിട്ടുക, ടീച്ചറിനെ ഇത് എന്തായാലും ഞാൻ അയച്ചു കൊടുക്കും ലീനേച്ചി. നിങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ ഒക്കെ പോയിട്ടുണ്ടോ? പിന്നെ പല രീതിയിലും ഭരതനാട്യം ക്ലാസ്സസ് മാത്രം. നോർമൽ നിങ്ങൾ ഒന്നും അങ്ങനത്തെ ക്ലാസ്സസ് ഒന്നും, ഹിപ്പ് ഹോപ്പ്, ബോളിവുഡ് അങ്ങനത്തെ ഒന്നും? ഹിപ്പ് ഹോപ്പ് എനിക്ക് അറിയില്ല, അങ്ങനൊന്നും പോയിട്ടില്ല. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ബോളിവുഡ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ബോളിവുഡൊക്കെ കാസറ്റുകളാണ് എന്നെ പഠിപ്പിച്ചത്. അന്നത്തെ കാസറ്റുകളാണ് അന്ന് ഞാൻ അങ്ങനെ നോക്കി പഠിച്ചു. പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ അതൊരു എനിക്കൊരു അതെൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഐ എം ലൈക്ക് എൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്ത എഫക്റ്റ് ആണ് എനിക്ക്. താങ്ക്സ് ടു മൈക്ക. നമുക്ക് അതിലേക്ക് പതുക്കെ വരാം. അപ്പൊ നിങ്ങൾ ശരിക്കും ആദ്യത്തെ മൂവിക്ക് ശേഷം ഞാൻ തോന്നുന്നു നിരന്തരമായിട്ട് പലതും ചെയ്ത് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാത്തിനും മാറി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മലയാളം അത് കിട്ടാത്തോണ്ടാ നല്ല റോൾസ്. കാരണം ഞാൻ കയറിയത് ഫ്രണ്ടിന്റെ ക്യാരക്ടർ ആയിട്ടാണ്, മഞ്ഞു പോലൊരു പെൺകുട്ടി. അപ്പം പിന്നെ ഈ ഉദയനാണ് താരത്തിൽ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തല കാണിച്ചാൽ പിന്നെ എന്നും അതിലേക്ക് എണ്ണ വിളിക്കുക. അപ്പൊ ആ സമയത്ത് സിനിമനെ നമ്മളെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആരും ഉണ്ടായിരുന്നില്ല. ഗോപിക ചേച്ചിയുടെ പാരന്റ്സ് ആണ് മമ്മിയോട് പറഞ്ഞത്, ഇനി ഫ്രണ്ടിന്റെയും സിസ്റ്ററിന്റെയും റോളിൽ മോൾ അയക്കരുത്, ഹീറോയിനായിട്ട് മാത്രം അയക്കണം എന്ന് പറഞ്ഞ് അവരാണ് എൻ്റെ മമ്മിക്ക് ഒരു ഇത് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഞങ്ങളൊരു സമയത്ത് വേണ്ട, ഇതിനൊരു ഹീറോയിനായിട്ട് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് മുനിയാണ്ടി വിലങ്കിയൽ ഭരത്തിന്റെ പടത്തിൽ ഞാൻ പോകുന്നത് കോളേജ് കുമാരന്റെ സെറ്റിൽ നിന്നാണ്. അപ്പൊ ലാലേട്ടനൊക്കെ എന്നെ ഒരുപാട് ബ്ലെസ് ചെയ്ത് അയച്ചൊരു സിനിമയാണ് മുനിയാണ്ടി. അതിനുശേഷമാണോ നിങ്ങളെ സൂപ്പർ ഡാൻസർ റിയാലിറ്റി ഷോ? സൂപ്പർ ഡാൻസറും അലിബായി ഒരുമിച്ചല്ലേ? ഏകദേശമാണ്. കാരണം ഞാൻ കൂടുതലും പ്രാക്ടീസ് നടന്നത് അലിബായിന്റെ സെറ്റിൽ വെച്ച് പൊള്ളാച്ചിയില. അപ്പം അതിന്റെ പുറത്ത് വെച്ച് അപ്പം നവ്യ ചേച്ചിയും ഗോവിയ ചേച്ചിയും ഒക്കെ വരും റൂമില്. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് പോയിരിക്കുന്നത് സൂപ്പർ സ്റ്റാർസിന്റെ ഫോണുകളിൽ നിന്നാ. ഞങ്ങളുടെ കയ്യിലെ ഫോൺ ഉണ്ടാവുക, എന്റെയും ചേച്ചിയുടെ ഒക്കെ കയ്യിലെ ഫോൺ ഉണ്ടാവുക. ഷംന കാസിം SD സ്പേസ് സൂപ്പർ ഡാൻസർ SD സ്പേസ് ഷംന കാസിം അയക്കണല്ലോ. അപ്പൊ ഇതൊക്കെ ഇരുന്ന് അയക്കും.
ലാലേട്ടന്റെ ഫോൺ വാങ്ങിക്കും, ഷാജി ചേട്ടന്റെ ഫോൺ വാങ്ങിക്കും, ആൾക്കാരുടെ ഫോണൊക്കെ വാങ്ങിക്കും. അതൊരു രസം തന്നെയല്ലേ? Yes, അതെ. ഇങ്ങനെ ഓരോരു കൊണ്ട് ഒരു ഫോൺ എടുത്തിട്ട് ഒന്ന് ഫോൺ ഇട്ടെ ചെയ്യാനല്ല പറയാ, ഒന്ന് ഫോൺ ഒരു ഫോട്ടോ. പക്ഷെ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സൂപ്പർ ഡാൻസറിന് നിങ്ങൾക്ക് ഫീൽ? അയ്യോ, സൂപ്പർ ഡാൻസർ. കാരണം കുറെ യുവജനോത്സവമൊക്കെ കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി സൂപ്പർ ഡാൻസറിൽ ഇട്ടതല്ലേ. ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ കയറുന്ന ആള് ഞാനാ സൂപ്പർ ഡാൻസറിലും. എന്റെ പേരാണ് ഫസ്റ്റ് അവർ വിളിച്ചത്. അതുപോലെ സെലക്ഷൻ റൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ കലാമാസ്റ്റർ ഒക്കെ ആയിരുന്നല്ലോ, കലാമാസ്റ്ററും അരവിന്ദ്, അവർ രണ്ടുപേരായിരുന്നു. അപ്പം അരവിന്ദ് സാറും കലാമാസ്റ്ററും നമ്മുടെ ഗോകുലം, എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഒരു ഗോകുലം ഇല്ല, അവിടെ വെച്ചിട്ടും കണ്ടാണ് നമ്മുടെ ഫൈനൽസ് നടന്നത്. എന്റെ പേര് വിളിക്കണില്ല, 18 കണ്ടസ്റ്റന്റ് അങ്ങനെ എന്തുവാ. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ഇങ്ങനെ മാറ്റി വെക്കും, എന്റെ പേര് വരുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ മാറി വെക്കും. ഇന്നും കലാമാസ്റ്റർ അത് കളിയാക്കും എന്നെ. ഞങ്ങൾ ഈ പേര് മാത്രം മാറ്റി വെക്കും, കാരണം ഞങ്ങൾക്ക് അറിയാം ഇതിനൊരു എന്തോ ഒരു ഫ്യൂച്ചർ ഞങ്ങൾ അന്നേ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചു. കാരണം വിളിക്കും, പക്ഷെ കുറച്ചൊരു ടെൻഷൻ അടിക്കട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, അടുത്തത് ഞാനായിരിക്കും, ഞാനല്ല, അടുത്തത് എന്നെയായിരിക്കും വിളിക്കുക. അങ്ങനെ ലാസ്റ്റ് വിളിച്ചത് തന്നെയാ. വാ, നിങ്ങൾ എങ്ങനെയാ ശരിക്കും ക്യാരക്ടറിൽ ആങ്സൈറ്റി, ദേഷ്യം, വാശി അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ ഒറിജിനൽ ക്യാരക്ടർ ഒറിജിനൽ അല്ലേ? ഇപ്പൊ ഒറിജിനൽ തന്നെയാണ്, എന്നാലും ഒറിജിനൽ ദേഷ്യക്കാരിയാണ്. പെട്ടെന്ന് അങ്ങനെന്ന് വെച്ചാൽ ദേഷ്യം വരും, പക്ഷെ അത് സെക്കൻഡ്സിൽ തീരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ നിങ്ങളുടെ പല പല ഇങ്ങനത്തെ ഉത്സവത്തിൽ ഇതൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും, ആർട്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം വിജയിക്കാം, തോൽക്കാം, അതാണ് എനിക്കറിയാം. സങ്കടമാണ്. സൂപ്പർ ഡാൻസറിൽ 3rd പ്ലേസ് കിട്ടിയത് എനിക്ക്, ഫസ്റ്റ് ആയിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തത് സെക്കൻഡ് ആയിരുന്നു, കാരണം ഞാനായിരുന്നു സെക്കൻഡ് നിന്നത്. അന്ന് പ്രശാന്ത് ഫസ്റ്റ്, അത് ഉറപ്പായിരുന്നു. നമുക്ക് വോട്ടിംഗ് സിസ്റ്റം ആണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഫൈനൽ സ്റ്റേജിൽ കയറാൻ പോകുമ്പോൾ, ഡോലാരെ കയറാൻ പോകുമ്പോൾ വെറുതെ ഒന്ന് TV നോക്കിയപ്പോൾ അത് 3rd ഞാൻ. ആ ഡോലാരെ മുഴുവൻ ഞാൻ കരഞ്ഞോണ്ടാ കളിച്ചത്. അത് കഴിഞ്ഞ് കലാമാസ്റ്റർ ബാക്കിൽ വന്ന് എന്നെ ഒറ്റ തല്ലി, നീ എന്തിനാ കരഞ്ഞ് ഡാൻസ് കളിച്ചത്, അതൊന്നും ഇതാക്കണ്ട. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ് 3rd ആണ് കിട്ടിയെന്ന് ഉറപ്പിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഡാൻസ് ചെയ്യില്ല. അതൊരു ഭയങ്കര കോയിൻസിഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞു മതി എനിക്ക്, കാരണം എനിക്ക് ഭയങ്കര ഹോപ്പായിരുന്നു അത്. അപ്പം അന്ന് മാരുതി ആയിരുന്നു സെക്കൻഡ് പ്രൈസ്. അപ്പം അതിൽ തിരിച്ചു പോകുന്നുള്ള ഡ്രീം ഞാൻ കണ്ടേ. കാരണം ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു കാറോ അങ്ങനെ ഒന്നും ഇല്ലാതെ, ഒരു കാറ് മാത്രമല്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുമല്ലോ, അത് എനിക്ക് തന്നെ ആയിരിക്കും ഉറപ്പിച്ചു പോയി ഞാൻ മനസ്സിൽ. അങ്ങനെ 3rd കിട്ടി, ഇനി ഡാൻസ് ചെയ്യില്ല. അപ്പം ആ സമയത്ത് അമൃത TV-ക്കാര് ദുബായിലൊരു ഷോ മുന്നേ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഫൈനൽസ് നടക്കുന്ന മുന്നേ. അതിൽ ആക്ച്വലി വിന്നർ ഇല്ല കേട്ടോ, വിന്നർ അല്ലാത്ത കുറച്ച് പേര്, ഒരു 5 പേരും കണ്ടാണ്, അതിൽ ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഷംന വരില്ല എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, ഞാൻ ചെയ്യുമല്ലോ. പക്ഷെ അമൃതയായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷനാണ്, അവർ കാരണമാണ് കേരളം മുഴുവൻ എൻ്റെ ഡാൻസ് ആയിരുന്നത്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കൊരു ഇല്ല ഇനി ഡാൻസ് ചെയ്യില്ല എന്നൊക്കെ അല്ലേ. പക്ഷേ ദുബായിൽ അൽനാസറിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരുടെ സൂപ്പർ ഡാൻസർ ഞാനായിരുന്നു. അന്നാണ് എന്നെ എല്ലാം മാറ്റിമറിച്ചത്. അൽനാസറിൽ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം. അപ്പൊ ഈ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പം സൂപ്പർ ഡാൻസർ ഫെയിം ഷംന കാസിം എന്ന് പറഞ്ഞപ്പം ആ അൽനാസറിൽ എനിക്ക് കിട്ടിയ ഒരു കയ്യടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ഇന്നും ചിലപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എന്നോട് 2-3 പ്രാവശ്യം റിജു പറഞ്ഞാണ് എന്തായാലും പറയണേ എന്റെ പേര്, ഞാൻ കാരണമാണ് വരുന്നത്. റിജുവിന്റെ സോപ്പൊക്കെ നല്ലൊരു. അതെ അതെ. അപ്പൊ ആ സോപ്പിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ നിങ്ങളുടെ ദുബായ് വീട്ടിലും ഒരു ബെഡ്റൂമിൽ ഫ്രിഡ്ജ് ഉണ്ടോ? ഇല്ല ഫ്രിഡ്ജ് വാങ്ങിച്ചെന്നില്ല. അയ്യോ, അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണേ. വളരെയധികം പുള്ളിക്കാരി നാട്ടിൽ നിന്ന് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് എന്തിനാ ഈ ഫ്രിഡ്ജ് കൂടെ നമ്മുടെ പ്രേക്ഷകർ അറിയണ്ടേ? ചോക്ലേറ്റ്സ് വെക്കാനും കുറെ ക്രീമുകൾ വെക്കാനും. ഇപ്പൊ ഇനി വേണ്ട, കാരണം ഇനി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹംദാനെയും കൊണ്ട് എനിക്ക് പറ്റൂല. ഇപ്പൊ ഉള്ളതൊക്കെ ഞാൻ എല്ലാം ഹൈറ്റിലാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജും കൂടി ഉണ്ടായിക്കാനെ തലവേദന. അയ്യോ, കുറച്ച് വലുതാവട്ടെ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കാം. അല്ല, പക്ഷെ നിങ്ങൾ സ്കിൻ കെയറിൽ ഭയങ്കര ശ്രദ്ധ കൊടുക്കും. പണ്ടേ തൊട്ടൊന്നുമില്ല. പണ്ട് എന്താ അങ്ങനെ അറിയില്ലല്ലോ. പക്ഷെ എന്താ പറയാ, ജെനറ്റിക്, മമ്മിയുടെ ഒക്കെ സ്കിന്ന് നല്ലതാണ്, നമ്മുടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മളുടെ സ്കിന്നാണല്ലോ ഇമ്പോർട്ടൻറ്റ്, ഹെയർ ആൻഡ് സ്കിൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് മാത്രം അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ടേക്ക് കെയർ ചെയ്യും. 100%. നിങ്ങളുടെ ഇപ്പൊ ബ്രദേഴ്സ്, നിങ്ങൾ 5 പേരല്ലേ സിബ്ലിങ്സ്? അതെ, 4 സിസ്റ്ററും 3 സിസ്റ്റേഴ്സും 1 ബ്രദറും. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്? അല്ലെങ്കിൽ
പല സ്ഥലത്താണ്. ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തുണ്ട്. ഇപ്പം ബോംബെ ഉണ്ട്, സൗദിയിലുണ്ട്, അങ്ങനെ ഓരോ സ്ഥലത്ത്. വീണ്ടും നമ്മുടെ ചോദ്യത്തിൻ്റെ എപ്പോഴും ഒരു ചോദ്യമാണ്, എല്ലാവരും എസ്പെഷ്യലി നമ്മുടെ ഈ ഷോ നടക്കുന്ന യുഎയിൽ വെച്ചാണ്, അതും ദ സിറ്റി ഓഫ് ഡ്രീംസ് ദുബായിൽ വെച്ച്. എല്ലാവരും ദുബായ്, എല്ലാ സെലിബ്രിറ്റീസ് ആയാലും ആക്ടേഴ്സ്, ആക്ട്രസസ്, ഓൺടർപ്രണേഴ്സ്, കോർപ്പറേറ്റ്സ്, എല്ലാവരും ദുബായിൽ എങ്ങനെ വന്നാലും കുറച്ച് നാൾ നിന്നൊരു ബേസ് ആക്കിയിട്ട് പോവും. ചിലവർ ഇവിടെ ഒന്ന് സെറ്റിൽ തന്നെ ചെയ്യും. നിങ്ങൾ അതിൽ പെട്ടാണ്. എന്തുകൊണ്ടാണ് ദുബായ് തിരഞ്ഞെടുക്കാൻ കാരണം? സത്യം പറയാൻ തോന്നൂല്ലേ? അതെ, സത്യം പറയാം. ദുബായിനെ ഞാൻ മോശമായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ. ദുബായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദുബായിൽ വന്നാൽ ഞാൻ എന്നും വണ്ണം വെക്കും. കാരണം ഞാൻ പ്രോഗ്രാമിന് വരുമ്പം അത് 2-3 ദിവസം ഫുൾ ഫുഡ് കഴിക്കും. കേക്കും ചോക്ലേറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റും ഞാനെന്ന് പറയുന്നത് അതെ. അപ്പം എനിക്ക് ഇപ്പോഴും അറിയാം, തലാലുകാർ വിചാരിക്കുന്നുണ്ടാവും ഈ 12 മണിയാകുമ്പോൾ ഷംനാക്കാസിന്റെ ഡയറി മിൽക്ക് കഴിക്കാൻ എന്താ പൂജ വരണേന്ന്. ഞാൻ എന്നും അത് ഇവിടെ 24/7 നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ കല്യാണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞ 2 കാര്യമായിരുന്നു, ബിസിനസ്മാനും വേണ്ട, ദുബായ്ക്കാരും വേണ്ട. എന്നിട്ട് എന്തായി? ബിസിനസ്സുകാരെ വേണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ബിസിനസ്സുകാരെ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ടെൻഷൻസ് ബിസിനസ്സുകാർക്ക് കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ വെച്ചാൽ മന്ത്ലി സാലറി ആണെങ്കിലും കുഴപ്പമില്ല, അത് മന്ത്ലി സാലറിന്റെ പ്രശ്നമല്ലേ ഉണ്ടാവുള്ളൂ. ബിസിനസ് ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്നൊക്കെ കേട്ടിട്ട് വേണ്ടമ്മേ ടെൻഷൻ അടിച്ച പരിപാടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ പഴച്ചും വിധിച്ചത് ഇത് രണ്ടുമാണ്, ബിസിനസ്സുകാരനും ദുബായ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ണം വെക്കും, കാരണം ഇവിടുത്തെ ഫുഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതേ അവസ്ഥ ആസിഫ് ഖാൻ നമ്മുടെ ഈ ഷോയിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഈ ദുബായിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ശ്വാസം എടുത്താൽ തന്നെ വണ്ണം വയ്ക്കും. അത് ശ്വാസം എടുക്കാന്ന് വെച്ചാൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും മിഞ്ഞാലും ഫുഡാണ്. അത് കാണുമ്പോൾ കഴിക്കാനും തോന്നും. ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ കാരിഫോറിലോ അല്ലെങ്കിൽ ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കപ്പ് കേക്ക്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ പോകാൻ. അപ്പൊ ഇതൊക്കെ എടുത്തിട്ടാണല്ലോ അവിടെ പോവാ. അപ്പൊ ഇതിരുന്ന് കഴിച്ച് വണ്ണം വെക്കും. ഇതേ വെറുതെ ദുബായിൽ ഓർഗാനിക് സാധനങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്തി സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ശ്രദ്ധ വിട്ടു. ഹെൽത്തി സാധനങ്ങൾ കഴിക്കാൻ തീരുമാനിച്ച ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്കൊന്നും you get the best chocolate, you get the best fruits, എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്. നിങ്ങൾക്ക് ആളാണെങ്കിൽ കൊണ്ടുതരും, വേണേ ഒരു വണ്ടി കൊണ്ടുതരും. നാട്ടിലെ ഫുഡൊന്നും നമ്മൾ മിസ്സിംഗ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇവിടെ എന്താ കിട്ടാത്ത? എന്നാലും നാട്ടിലെ ഫുഡ് നമ്മളെ ഒന്നും മിസ്സിംഗ് ഇല്ല. എനിക്ക് ഒന്നും മിസ്സിംഗ് ഇല്ല, എല്ലാം ഇവിടെ കിട്ടും. സത്യം പറയണ അടിപൊളി, കറക്റ്റ് ആണ്. ബിക്കോസ് പിന്നെ ഞാൻ നാട്ടിൽ അധികം ഉണ്ടായിട്ടില്ല, ഞാൻ കൂടുതലും എല്ലാം കിട്ടും, എല്ലാം ഉണ്ട്, ഒരു പ്രശ്നമില്ല, ഇവിടെ എല്ലാം ഉണ്ട്. നാട്ടിലൊരു വേണമെങ്കിൽ നാട്ടിലെ മണവും ആ ഒരു കാറ്റും അടിക്കാൻ വേണമെങ്കിൽ യെസ് പോണം. അല്ലാതെ ഫുഡൊക്കെ പറഞ്ഞ ഇവിടെ ഒക്കെ ഇല്ലേ, എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതെ. അങ്ങനെ ഏറ്റവും ഫേവറേറ്റ് റെസ്റ്റോറന്റ് ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ഒത്തിരി ഉണ്ടെന്ന് പറയുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഒരു കംഫർട്ട് ഗോ ടു എപ്പോഴും നോക്കിയാ പോകുന്ന അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെന്ന് വെച്ചാൽ ഇക്ക കുറേ ഹോട്ടൽസിൽ ഇങ്ങനെ പോവും, അങ്ങനെ പോവും, അത്രേ ഉള്ളൂ. പിന്നെ നെയ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ്പത്തിരി ഇഷ്ടമാണ്. ഞാൻ കുറച്ച് സ്പോട്ടുകൾ പറഞ്ഞു നെയ്പത്തിരി. എനിക്ക് എല്ലായിടത്തും അറിയാം. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞു, സൽക്കാരയിൽ കിട്ടും, നെല്ലറയിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും നെയ്പത്തിൽ. പക്ഷെ അതിനേക്കാൾ അടിപൊളി ഞാൻ സ്ഥലം പറഞ്ഞുതരാം. എവിടെയാ? ഇഷ്ടം പോലെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഫുഡ് ബ്ലോഗറാണ്. നെയ്പത്തിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ എന്റെ ഉമ്മ അടിപൊളി നെയ്പത്തിലുണ്ടോ. ഞാൻ തലശ്ശേരിക്കാരിയാണോ, നിങ്ങൾ കണ്ണൂരല്ല, ഞാൻ തലശ്ശേരിയാണോ. ഇത് മറ്റേ ജുമാനന്റെ എപ്പിസോഡില് ഞാൻ ചോദിച്ചു തരി ബിരിയാണി കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. തരി ബിരിയാണിയാ, അതെന്താ സാധനം? അതാണ് വീണ്ടും തലശ്ശേരി. തരി ബിരിയാണി അല്ല, തരി കാച്ചിയത്. തരി കാച്ചിയത് വേറെ, തരി ബിരിയാണി ഉണ്ട്, ഉമ്മ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ഞാൻ കഴിച്ചു. സേമി ബിരിയാണി അതൊന്നും കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും വലിയ ഫേമസ് ഒന്നും. തരി ബിരിയാണി വീണ്ടും നമ്മൾ റീക്യാപ്പ് ചെയ്യേണ്ടി വരും, ജുമാന്റെ എപ്പിസോഡ് എടുത്ത് റീക്യാപ്പ് ചെയ്യേണ്ടി വരും. അത് ഞാൻ കറക്റ്റ് പറഞ്ഞോട്ടെ. തലശ്ശേരിക്കാരുടെ എനിക്ക് തലശ്ശേരി ഫ്രണ്ട്സ് ഉണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ടില്ലേ. എന്നാ പിന്നെ ആ തലശ്ശേരിക്കാര് പാനൂര്, പയ്യന്നൂർ ആ ഭാഗത്തല്ലേ? അന്ന് ഞാൻ വീട്ടിലേക്ക് വരാം. പ്രോപ്പർ നമ്മള് ടൗണിൽ തന്നെയാണ്. തലശ്ശേരിക്കാരിനെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്? സൈദാറപ്പള്ളിയിൽ ജസ്റ്റ് 1 കിലോമീറ്റർ. എന്നുവെച്ചാൽ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനൊരു ഹാർഡ് കോർ ഫുഡിയാണ്, തലശ്ശേരിക്കാരനായത് കൊണ്ട്. പിന്നെ ഉമ്മാന്റെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരാണ് ഫുഡി അല്ലാത്തതല്ലേ? അത് കറക്റ്റ് ആണ്. അങ്ങനത്തെ ആൾക്കാർ മനുഷ്യരല്ല എന്നാണ് ഞാൻ പറയാ. നമ്മള് ജീവിക്കുന്നതിനാ പിന്നെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ മാത്രം പറയരുത് കേട്ടോ. തൽക്കാലം അവിടെ നിന്നോട്ടെ, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക. അതെ. അപ്പൊ ഈ തരി ബിരിയാണി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കര രസമാണ്. പുട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? എന്നാ നിൽക്കൂല, ഇതിപ്പോ പോയി അങ്ങ് എത്തും. പുട്ട് ബിരിയാണി ഉണ്ട്. പുട്ട് ബിരിയാണി എന്ന് വെച്ചാൽ അതൊരു സ്ട്രീറ്റ് ഫുഡ് പോലെയാണ് നമ്മൾ തലശ്ശേരിയിൽ.
ഞാൻ കഴിച്ചിട്ടുണ്ട്, പുട്ടും ബീഫൊക്കെ ഇട്ടിട്ട്. ബീഫ് ഇട്ടിട്ട് അടിക്കുന്നത് അതൊക്കെ ഞാൻ കടയുടെ അത് ചെയ്താറുള്ളി നമ്മളോട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പുട്ടും മുട്ടയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കും വീട്ടിൽ. തരി ബിരിയാണി പക്ഷേ വീട്ടിൽ മാത്രമേ ഉണ്ടാക്കൂ. അതെനിക്കറിയില്ല. അത് വീട്ടിൽ മാത്രം ഉണ്ടാക്കുന്ന പെരുന്നാക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ബന്നു കുറച്ചതും തരി ബിരിയാണിയും ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ. അല്ലാണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങനെ ഇങ്ങനെ കിട്ടൂല. ഭയങ്കര രസാ. നിങ്ങളുടെ അവിടെയാണ്, തലശ്ശേരിയിലാണ് കോഴിക്കാല് കിട്ടുക. ആ കോഴിക്കാല് അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങോട്ട് പോകുമ്പോ പൊരിച്ച് കോഴിക്കാല്. ഈ പിന്നെ അതാണ് പിന്നെ ബത്താസ് പൊരിച്ചതൊക്കെ. പിന്നെ ഈ കോഴിക്കാലെന്ന് വെച്ചപ്പെട്ട ആൾക്കാരില്ലേ, ചില ആൾക്കാർ കോഴി എടുത്തു. അത് ഇവിടെ ഉണ്ടോ? ഉണ്ട്. മഷാദ് കഫ്റ്റീരിയ എന്ന് പറഞ്ഞ സോറി ഇതൊക്കെ കട്ട് ചെയ്തോളൂ. മഷാദ് കഫ്റ്റീരിയ എന്ന് പറഞ്ഞ കഫ്റ്റീരിയ ഉണ്ട്. എല്ലാ വീക്കെൻഡ്സിനും ഇവിടെ കോഴിക്കാല് കിട്ടും. ഇപ്പൊ ഞാൻ ഈ കോഴിക്കാലെന്ന് പറയുമ്പോ ഇക്ക പറയും കോഴിക്കാലോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം. ഞാൻ പറഞ്ഞു അതല്ല, കോഴിക്കാലെന്ന് പറയുന്നത് ഒരു സാധനം വെച്ചുണ്ടാക്കുന്ന സ്റ്റിക്സ് വെച്ചുണ്ടാക്കുന്ന അതിനാണ്. അത് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ട്, കണ്ണൂർ തലശ്ശേരി ബസ് സ്റ്റാൻഡ്. നമ്മള് റെയിൽവേ സ്റ്റേഷനിന്ന് നമ്മള് ലോട്ടസിന്റെ അങ്ങോട്ട് പോകുമ്പോ ഒരു മുക്കുണ്ട്, അവിടെയാണ് ഉണ്ടാവും. അതെനിക്കറിയാം, ബത്താസ് പൊരിച്ചതാ. അതേപോലെ കോയിൻ പരിപ്പുവട നിങ്ങളെ കണ്ണൂർ ഭാഗത്തു താണയിൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലുണ്ടാവും. അവിടെ ആ ചായയും പരിപ്പുവടയും. പക്ഷെ ഇപ്പൊ എന്നെ വീണ്ടും കണ്ണൂരിലേക്ക് എത്തിക്കും. അല്ല പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് ഒന്നും മിസ്സാകുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ നമ്മളെ കല്ലുമുക്കായ് പൊരിച്ചിട്ടുണ്ട് മമ്മൂക്കാന്റെ. അതെന്താ ഇവിടെ കിട്ടില്ലേ? അതേപോലത്തെ കിട്ടും. പക്ഷെ നിങ്ങൾ പറയുന്ന സ്ഥലത്തൊന്നും അല്ല, നിങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടാവില്ല. ഇവിടെയോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് കല്ലുമുക്കായ് പൊരിച്ചത് അതെവിടെയാ? ഷാർജയില് ടെലി സ്റ്റോറീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. ടെലി സ്റ്റോറീസ് തലശ്ശേരിക്കാരെയാണ് ടെലി സ്റ്റോറീസ്. ആ കല്ലുമുക്കായ് പൊരിച്ച 5 മണിക്ക് ശേഷം. പണ്ട് എന്റെ മമ്മി എന്നോട് പറയുന്നത് എന്നെ കല്ലുമ്മക്കായ് വെക്കുന്നവനെ കൊണ്ട് കെട്ടിക്കാന്ന്. എനിക്ക് അത്ര ഇഷ്ടമാണ് കല്ലുമ്മക്ക. എന്നാ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കല്ലുമ്മക്ക എന്ന് പറഞ്ഞ ഞാനാ. കല്ലുമ്മക്കായ് പൊരിച്ചെന്ന് വെച്ചാല് നിങ്ങൾ അരി നിറച്ചല്ലേ നമ്മൾ മറ്റേ കോഴിക്കോട് കിട്ടുന്ന സ്റ്റൈലല്ല, മറ്റേ അരി നിറച്ചിട്ട് അരി നിറച്ചിട്ട് ആ അരിന്റെ പുയിങ്ങലിലാണ് ടേസ്റ്റ്. വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കരുത് കേട്ടോ, നിർത്തി. അല്ല അത് കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ് പൊരിച്ചതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അരി നമ്മള് അങ്ങനെ കഴിച്ചാലല്ലേ ടേസ്റ്റ്. അങ്ങനെ എന്റെ ഇക്ക എന്താ ചെയ്യാ, അത് കഴിക്കൂല. ഞാൻ പൊരിച്ചു വെച്ചിട്ട് അതിന്റെ ഇറച്ചി മാത്രം എടുത്ത് കഴിച്ചിട്ട് പോകും. അതെ അത് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും കഴിക്കണം. എന്റെ മോന് ആ കല്ലുമ്മക്കായ് മാറ്റി വെച്ചിട്ട് അവൻ അരി മാത്രം കഴിക്കും. പക്ഷെ അതിനൊരു വേറെ ടേസ്റ്റ് ആണ്, മസാലക്കും എല്ലാം. അത് ശരിയാ. അതെന്ന് വെച്ചാൽ അരി പുഴുങ്ങിയിട്ട് നമ്മള് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഷാർജയിലേക്ക് പോയാലോ? അത് നമുക്ക് പോയി, ഇത് കഴിഞ്ഞിട്ട് വേണേ പോവാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും കല്ലുമ്മക്കായ് പൊരിച്ച് കഴിക്കാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കല്ലുമ്മക്കായ് പൊരിച്ചത് ടെലി സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഷാർജയിൽ. ഞാൻ മറന്നു പോയെങ്കിൽ ഞാൻ വാട്സാപ്പിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എല്ലാം ചെയ്തരാൻ വേണേ ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾക്ക് അവിടെ കോഴിക്കാല് കിട്ടുന്നതും ഒന്നും പറഞ്ഞു കുറെ നാളായി കഴിച്ചിട്ട്. നോ പ്രോബ്ലം. നോമ്പിന്റെ സമയത്ത് ഞാൻ കുറെ നോക്കി, കിട്ടിയില്ല എനിക്കത്. അത് വീക്കെൻഡ്സിൽ മാത്രം ഈ മഷാദ് എന്ന് പറഞ്ഞ കഫ്റ്റീരിയ വെക്കും, അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ പല പല അങ്ങനത്തെ വിഭവങ്ങൾ കണ്ണൂര് തലശ്ശേരി എന്ന് വെച്ചാൽ കടികളുടെ രാജാക്കന്മാരാ. അപ്പം ഇനി ഹംദാന്റെ കേസിലേക്ക് കിടക്കാം. ഹംദാൻ ആരാന്നറിയോ? ഇദ്ദേഹത്തിന്റെ മകനാണ്. ആ ഹംദാന്റെ പേരെങ്ങനെയാ വന്നതെന്നുള്ളൊരു കഥ നമുക്ക് കേൾക്കണ്ടേ. ഹംദാൻ ആരാണ്? ദുബായ് ക്രൗൺ പ്രിൻസ് ആണ് ഷെയ്ഖ് ഹംദാൻ. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ ഇങ്ങനെ വെറുതെ വന്ന പേരൊന്നുമല്ല, അതിന്റെ ഒരു കഥ നമുക്ക് പറഞ്ഞു. അതെങ്ങനെയാ പേര് വന്നത്? അത് ആക്ച്വലി ഞാൻ ഹംദാൻ ഇവിടെ ഷെയ്ഖ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഈ കൊറോണയുടെ സമയത്താണ് ഞാൻ പിന്നെ വന്നപ്പോഴാണ് ഈ ഹംദാൻ ഫോട്ടോസ് ഞാൻ കാണുന്നത്. അത് ആക്ച്വലി ഞാൻ കാണുന്നത് ഇക്കയുടെ കൂടെ പോകുമ്പോൾ തന്നെയായിരുന്നു. ലൈക്ക് അന്ന് ഇപ്പം ഇക്കന്റെ വലിയ ഇതില്ലല്ലോ, ഞാൻ മർഹബ എന്ന് പറഞ്ഞ ഫംഗ്ഷന് വന്നതാണ്. അപ്പൊ ഞാൻ ദുബായിൽ വന്നിറങ്ങിയപ്പോ ഒരു പുതിയ മൊഞ്ചന്റെ ഒരു ഫോട്ടോ കാണാം. ആ മൊഞ്ചന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഇത് മൊഞ്ചന്റെ റബ്ബേ അങ്ങനെയല്ല ലുക്ക് ഇതിനെ കാണാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാൻ ഇക്കയുടെ കൂടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചോദിച്ചത് പുള്ളിക്കാരന്റെ പേരെന്താണ്. അപ്പൊ ഇക്ക ഹംദാനെ കൊണ്ട് പറഞ്ഞു. ഒരു അട്രാക്ഷൻ തോന്നിയ ഒരാള്. എനിക്ക് സൽമാൻ ഖാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു അട്രാക്ഷൻ തോന്നിയ ഒരാളായിരുന്നു ഹംദാൻ. പിന്നെ എന്തുകൊണ്ട് സൽമാൻ ഖാൻ കണ്ടിട്ടില്ല? ഇക്ക സമ്മതിച്ചില്ല. ഓ അപ്പൊ ലൈക്ക് പെൺകൊച്ചാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പേര് എടുത്തു വെച്ചിട്ടുണ്ട്. ലൈക്ക് യുനോ അതെന്റെ ഉമ്മാമ്മയുടെ പേര്, അത് ഫിക്സ്ഡ് ആയിരുന്നു. ആൺകൊച്ചാണെങ്കിൽ എന്തിടും ഇങ്ങനെ ആലോചിച്ചപ്പോ ഒരു പേര് പറഞ്ഞപ്പോ ഇക്കൻ്റെ ഒരു നോട്ടം നോക്കി, അതാണ് സൽമാൻ ഖാൻ. അതൊരിക്കലും വെക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ അത് ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ ആൺകൊച്ചാണെങ്കിൽ എന്തിടും. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു നമുക്ക് ഹംദാൻ ഇട്ടാലോ എന്ന്. പുള്ളിക്കാരൻ ആ സമയത്ത് കഥ അറിയോ? എന്താ എനിക്ക് ഹംദാൻ ഇഷ്ടമാണെന്ന് അറിയാം. പിന്നെ അറിയാം എനിക്ക് ഭയങ്കര മൊഞ്ചാണെന്നൊക്കെ എനിക്ക് അറിയാം. ഹംദാൻ എന്ന് പറഞ്ഞപ്പോ ഇക്ക അതിലൊരു നോ പറഞ്ഞില്ല. അങ്ങനെയാണ് ഹംദാൻ ആയത്. പക്ഷെ ഇപ്പൊ ഹംദാൻ എന്തൊക്കെ ടോണിലാണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അതാണ് ഹംദാന്റെ എന്തൊക്കെ ഡിഫറെന്റ് ടോൺസ് ആണ് ഞാൻ വിളിക്കുന്നത്. ഇത് ഏത് ഹംദാനെ വിളിക്കുന്നതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്തൊക്കെ ടോണാണ് ഹംദാൻ. ഇപ്പം
പക്ഷെ നിങ്ങൾ ആ സമയത്ത് തന്നെ ആ തെലുഗു ഇൻഡസ്ട്രി മൊത്തം അത് പറഞ്ഞില്ല, അത് യജാതി വൈറല്. അതും സ്റ്റേജും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ സ്ക്രീനും സ്റ്റേജും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, കുറേ നോ പറഞ്ഞിട്ട് ഒരു യെസ് പറഞ്ഞതാണ് ആ പാട്ടിന് ഞാൻ. കാരണം ഞാൻ 40 days കഴിഞ്ഞ പാട് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പഴയ ജഡ്ജ്മെൻറ്റ് പാനലിലേക്ക് ഞാൻ പോയി. പിന്നെ ഭീമ എന്ന് പറഞ്ഞ തെലുഗു ഫിലിം ചെയ്തു. ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു പാട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ പാട്ടോ തീ പറയണ, ഈ സൈസൊക്കെ വെച്ച് പാട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോന്നുള്ള ഇതിൽ നിൽക്കുക. അപ്പോൾ ശേഖർ മാസ്റ്റർ പറഞ്ഞു, ഡയറക്ടർ സാറിനൊന്ന് സംസാരിക്കണം. അങ്ങനെയാണ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ലൈക്ക് പൂർണ്ണ എനിക്ക് ആ ഫസ്റ്റത്തെ ഒരു പോർഷൻ ഉണ്ട്, അത് മാത്രം എനിക്ക് വേണ്ടു. ലൈക്ക് ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ്, ഒരു എക്സ്പോസിങ് ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണയുടെ കംഫർട്ട് ഡ്രസ്സ് എന്താണ്, സാരി, നോ എക്സ്പോസിങ്, നത്തിങ്, ഡാൻസും ഇല്ല, ഉള്ള എക്സ്പ്രഷൻസ്, ഒരു ചെറിയ മൂമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ നോന് ശേഷം ഓക്കെ എന്തായാലും ദിസ് ഓർ ദാറ്റ് എന്ന് പോലെ, ഒന്നെങ്കിൽ ബോഡി ഷെയിം കേട്ടി ഞാൻ ചാവും, ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ട് ആവും എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ കളിച്ച ഡാൻസ് ആണല്ലോ. കാരണം എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഡെലിവറി കഴിഞ്ഞ പാട് അമ്മയുടെ ഷോ ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മ സ്റ്റേജ് പെർഫോമൻസ് വന്നു. അപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ശ്വേത ചേച്ചിനോട് പറഞ്ഞു, ഇല്ല ചേച്ചി ഞാനിപ്പോൾ നല്ല വണ്ണം വെച്ചിരിക്കുകയാണ്, എനിക്കിപ്പോൾ സ്റ്റേജിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അവരൊന്നും ഇല്ല ഷംന, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ക്ലാസിക്കൽ ഐറ്റംസ് തരാം. ഞാൻ പറഞ്ഞു, ചേച്ചി സ്റ്റേജിൽ കോംപ്രമൈസ് ഇല്ല, എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻറ്റ് വന്ന് സ്റ്റേജിൽ കയറുമ്പോഴേ ഞാൻ കയറുള്ളൂ. ഇപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് അമ്മയുടെ ഷോ. പിന്നത്തെ ഷോ ഞാൻ ചെയ്തു. അങ്ങനെ ഇത് കുറേ നോ പറഞ്ഞ് യെസ് പറഞ്ഞതാണ്. പിന്നെ ഈ പാട്ട് ഇറങ്ങുമ്പോഴും ഞാൻ റെഡി ആയിരിക്കുമായിരുന്നു. ഞാൻ ഉമ്ര ചെയ്യാം January 12th. ഞാൻ ഉമ്രയുടെ സ്ഥലത്തുള്ള അന്നാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അതുവരെ ഈ പാട്ട് ലിറിക്സ് ഇറങ്ങിയപ്പോഴും ചെറുങ്ങനെ ശ്രീലീലയുടെ പോർഷൻസ് മാത്രമാണ് അവർ ഇട്ടിരുന്നത്. എൻ്റെ ആ ഒരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തിയേറ്ററിൽ നിന്നുള്ള എല്ലാവരും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റയിൽ. അങ്ങനെ ഒരു ഹംദാൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുക. പഠിച്ചു. യെസ്, അടിപൊളി. കാരണം ഹംദാൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഹംദാൻ ആദ്യമായിട്ട് വന്ന ഷൂട്ടിംഗ് സെറ്റാണത്. അപ്പൊ ഹംദാനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന എല്ലാ ഭാഗ്യവും നിങ്ങൾ വിശ്വസിക്കുന്നു? അങ്ങനെ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ പറയല്ലോ, കാരണം എന്റെ ഹംദാൻ മൂവ് വന്നിട്ട് ആദ്യമായിട്ട് പോയ ഷൂട്ടാണത്. ശരിയാ, നിങ്ങൾ ഞാൻ അതിന്റെ BTS ഒക്കെ ഞാൻ കണ്ടിരുന്നു, കുട്ടിയുടെ ഒരാളെ കയ്യിൽ കൊടുക്കുന്നു. അതെ അതെ അതെ. രാവിലെ ഞാൻ പോകുമ്പോൾ ചിക്കുവാണ് എന്റെ കൂടെ. അന്ന് മമ്മിക്ക് അന്ന് ചെറിയ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം എന്റെ സിസ്റ്ററിന്റെ മോന് ചിക്കുവാണ് കൂടെ വന്നത്. അപ്പോൾ അന്ന് ചെറിയ കുഞ്ഞാണ്, ഹിസ് ജസ്റ്റ് ഫീഡിങ് മാത്രമല്ല. അപ്പോൾ രാവിലെ 5:30 മണി 6 മണിക്ക് ഞാൻ രാത്രി റെഡിയാക്കി പോയ ഡ്രസ്സിൽ തന്നെ കൊണ്ടുപോവാം. അപ്പോൾ അവിടുത്തെ സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ലൈക്ക് ഞാൻ രാവിലെ ഇറങ്ങുന്നത് വണ്ടിയിൽ നിന്ന് കുഞ്ഞായിട്ട് ഇറങ്ങാം, എന്നിട്ട് കാരവാൻ്റെ ഒരു പോർഷൻ അവനക്കുള്ളതാണ്. അങ്ങനെ അവൻ അവിടെ കിടത്തി ഞാൻ ഷൂട്ടിന് പോകും. അങ്ങനെ ഭയങ്കര ഒരു മെമ്മറിയാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ആ പാട്ട് ഭയങ്കര മെമ്മറിയാണ്. അതുപോലെ തന്നെ അവനക്കും ആ പാട്ട് ഭയങ്കര മെമ്മറി എനിക്ക് തോന്നുന്നു. കാരണം അവനക്ക് അത് ഭയങ്കര ഇഷ്ടം. അവൻ ഇപ്പം പറയും ഉമ്മയുടെ ഡാൻസിന്റെ പാട്ട് വേണം, അങ്ങനെ പറയാം. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവനും ഒരു ഡാൻസർ അല്ല ഡാൻസർ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും അടിച്ചമർത്താൻ ഡാൻസ് എന്തായാലും ചെയ്യുന്നു തോന്നുന്നു. കാരണം മമ്മി ഇങ്ങനെ പറയും, നീ ചെറുതിൽ കാണിക്കുന്നൊക്കെ അവൻ ചെയ്യണ്ടെന്ന്. പക്ഷെ എന്ത് എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? അതൊക്കെ പഠിച്ചു, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സിനിമയിൽ ഒരു പേര് അല്ലാതൊരു പേരുണ്ടോ? വേറെ ലാംഗ്വേജിൽ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, മുനിയാണ്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അവർ ഷംന എന്ന് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് പത്രത്തിലൊക്കെ വരുന്ന സമയത്ത് പേര് മാറിക്കൊണ്ടേ ഇരിക്കായിരുന്നു. അങ്ങനെ അവരുടെ ആ ഡയറക്ടർ തിരുമുരുകൻ സാറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഒരു പേര് ചേഞ്ച് വന്നത്, പൂർണ്ണ. അങ്ങനെയാണ് പൂർണ്ണയിലേക്ക് മാറിയത്. അടിപൊളി. അപ്പൊ നിങ്ങൾ ശരിക്കും കല്യാണം ഞാൻ ഒന്ന് ഇവിടെ വെച്ചല്ലേ കഴിഞ്ഞല്ലേ? നിക്കാഹ് അല്ല, ഫങ്ഷൻസ് ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞത്. നിക്കാഹ് ആസ് എ ലൈഫിലൊരു വൈഫ്, ഒരു സൺ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ലൈഫില് എനിക്ക് തോന്നുന്നു, യെസ്, നമ്മൾക്ക് കിട്ടിയ ബാക്കിയൊക്കെ വലിയതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പീരിയഡ് ഇല്ലേ, അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹാപ്പിനെസ്. പിന്നെ പിന്നെ ഒരു ഫാമിലി ആവുമ്പം ഒക്കെ ഉണ്ടാവണം അല്ലേ? അല്ലാതെ എപ്പോഴും റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. അതെ, പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾക്ക് എന്തെങ്കിലും ദേഷ്യം വരിക, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, അതാണ് ഒറിജിനൽ ലവ്. നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അത് ഒറിജിനൽ ലവ്. അതാണ്, ഒരു സംശയമില്ല. ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ ചില സമയത്ത് ഒബ്വിയസ്ലി ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ടാവും ഇല്ലേ? ഇല്ലെങ്കിൽ അത് ഫാമിലി
ഫാമിലി അല്ല. അതെന്തൊരു ഉടായ്പ ഫുൾ ഉടായ്പ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുമ്പോ ഞാൻ പറയും എന്തോ ഉണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ചീത്ത പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇക്കയോട് സംസാരിക്കാതിരുന്ന ഭയങ്കര സഫോക്കേഷനോ. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇപ്പം നിങ്ങളുടെ മൂവീസ് കാര്യങ്ങളോ ഇപ്പൊ അധികം ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ട്? അല്ല, ഐ എം ഡൂയിങ് 3 projects like simultaneously ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാം തെലുഗു. കൂടുതൽ തെലുഗുലേക്ക് പോയി അവിടുത്തെ ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി എന്താണ് വ്യത്യാസം? മലയാളത്തിൽ നല്ല സിനിമകൾ വിളിക്കണില്ലല്ലോ. എന്താണ് ഇത്? നിങ്ങളൊക്കെ ഇത്രയും നല്ല ഒരു കണ്ണൂരുകാരിയായ നൃത്തം, അഭിനയം, മൊഞ്ചി. അപ്പൊ തന്നെ റിജു സാർ എന്റെ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടാണ്. പക്ഷെ എന്നാലും കേരളത്തിൽ എന്നെ ഒരു എന്താ പറയാ, നമുക്കൊരു ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതൊരു വേറൊരു സ്നേഹം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല പടങ്ങൾ, എനിക്ക് ഹിറ്റ്സ് എന്നെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു ഇൻഡസ്ട്രി തെലുഗു തന്നെയാണ്. തെലുഗു നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും? കുഴപ്പമില്ല. നിങ്ങൾക്ക് പിന്നെ തെലുഗു അറിയാത്തോണ്ട് അറിയില്ല. അറിയാണെങ്കിൽ ഞാനിപ്പോ തെലുഗുവിൽ ഞാൻ പറഞ്ഞു തന്നെ. എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഇപ്പോഴും ഞാൻ തെലുഗു അഖണ്ഡ ഞാൻ ഫസ്റ്റ് പാർട്ടിലും ഉണ്ടായിരുന്നു, ഇപ്പൊ സെക്കൻഡ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നാഗശൗര്യയുടെ ഒരു ഫിലിം ആൻഡ് ക്രോസിംഗ് ഫിംഗേഴ്സ് ഫോർ വൺ മോർ ബിഗ് പ്രോജക്ട്. അത് ലെറ്റ് ദം സേ. We are also waiting. I am also waiting. അപ്പം നമ്മുടെ പ്രേക്ഷകരിൽ കുറേ പേര് നിങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, എസ്പെഷ്യലി ഡാൻസ്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എസ്പെഷ്യലി ഡാൻസ് സ്റ്റുഡിയോയിൽ വന്ന് ചേരും. അത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഞാൻ പറയാറുണ്ട്. ഞങ്ങളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചില സ്പെഷ്യൽ കൊറിയോഗ്രാഫേഴ്സ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവരത് ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ അടുത്തുള്ള സോണിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾ പോയി, ഡാൻസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അതെന്ന് വെച്ചിപ്പം കുറേ ആൾക്കാർ ഇപ്പം എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു 3-4 years ബ്രേക്ക് എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ കളിക്കുമ്പോഴേ ആ ഗ്രേസ് അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ചിലപ്പോൾ സ്റ്റാമിനയുടെ കുറവായിരിക്കാം, ചെറിയ ക്ലാരിറ്റിയുടെ പ്രശ്നമായിരിക്കാം. സോ നിങ്ങൾക്ക് എന്താണ് അടുത്തുള്ള ഇതിൽ പോയി അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഓക്കെ, നമ്മളിപ്പോൾ വലിയ ആൾക്കാർക്ക് നമ്മുടെ കുറേ പ്രയോറിറ്റീസ്, ഫാമിലി, കുട്ടികൾ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം നമ്മുടെ കാര്യത്തിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബാക്കിൽ വെക്കുക. അപ്പം ഏതൊരു കാര്യത്തിനും വേണ്ടത് പ്രാക്ടീസ്. നമ്മൾ എത്ര നല്ല ഇപ്പം യു ആർ എ വെരി ഗുഡ് കുക്ക് എന്ന് പറയാം, ഞാൻ നല്ല കുക്കാണ്, ഞാനൊക്കെ പഠിച്ചു, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അത് കൊള്ളാവില്ലേ? അതുപോലെ തന്നെയാണ് പ്രാക്ടീസ്. എവറി ഡേ യു നോ വാട്ട്, ഞാനിപ്പോൾ ഏത് സ്റ്റേജിൽ കയറുമ്പം ഞാൻ ഒന്നും വിചാരിച്ചിട്ടാ കയറുക, ദിസ് ഇസ് മൈ ഫസ്റ്റ് സ്റ്റേജ്. അത് മനസ്സിൽ വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ ഐ തിങ്ക് അതൊക്കെയാണ് എൻ്റെ ഒരു ടെൻഷനും എപ്പോഴും ഉണ്ടാവും അല്ലേ? പഠിച്ചോനെ എത്ര കിളികൾ പോവും. പിന്നെ അത് നിങ്ങളായ പാട്ടിലെ എന്റെ റീലിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ രാവിലെ എണീച്ച് ടെൻഷൻ അടിക്കുക. എനിക്ക് പാട്ടൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇന്ന് നമ്മളിപ്പോ ഈ ഒരു ഷോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഞാൻ തോന്നുന്നു ഒരു വീഡിയോ ഞാൻ എന്തോ നിങ്ങളെ ഇന്റർവ്യൂ നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അതല്ലേ ഏറ്റവും വലിയൊരു പ്രശ്നം. കൊടുക്കാതൊന്നുമില്ല, വളരെ കുറവാണ്. നിങ്ങൾ 2-3 ഒരു പ്രോപ്പർ ഇന്റർവ്യൂസ് 2-3 എന്തൊക്കെ ഒരു ഹംദാൻ ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, ഒരു ഭർത്താവ് കൊടുക്കണ്ട. ഇതൊക്കെ ആര് ചെയ്യും? സൊറബറക്ക് ആ എക്സ്ക്ലൂസിവിറ്റി കിട്ടണം. അതെന്നെ ഞാനും നിങ്ങൾ എവിടെയും കൊടുക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ ഓൺലി ഗിഫ്റ്റ് സൊറബറ, ആർക്കും കൊടുക്കില്ല. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇറ്റ്സ് നമുക്ക് അങ്ങനെ ഒരു ഷോ, ഒരു ടോക്ക് ഷോയിൽ വരുമ്പോൾ ചില ഇപ്പോഴത്തെ ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് കോണ്ടന്റ്സ് ഒക്കെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഷോസ് ആണ് കൂടുതൽ നടക്കുന്നത്, യൂട്യൂബിലായാലും എല്ലാം അല്ലേ? നമ്മൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങളെ കൊണ്ട് ലാസ്റ്റ് ഞാൻ പറയിപ്പിക്കാം, അടിച്ച് പറയിപ്പിക്കുന്നില്ലെങ്കിലും ഞാൻ പറയിപ്പിച്ചോളാം. നമ്മൾ അതിനൊക്കെ മാറി നിന്ന് ഞാൻ എപ്പോഴും പണ്ടത്തെ ഒരു നമ്മൾ വീഡിയോ കാണുന്നതും ഇപ്പോഴത്തെ കാണുന്നതും തമ്മിൽ ഒരുപാട് മാറി. എനിക്ക് തോന്നിയൊരു കാര്യം ലോട്ട് ഓഫ് നെഗറ്റിവിറ്റീസ് ആണ്. ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് നെഗറ്റിവിറ്റീസ് ഇൻ ഇത്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാനുള്ള സമയത്തൊന്നും ഇങ്ങനെയില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ പഴയ കാലത്ത് എത്ര രസമാണ് അല്ലേ? നമുക്ക് കുറെ പ്രായമൊന്നുമില്ല. ദയവേത് നിങ്ങൾ അങ്ങനെ പഴയ കുറെ പ്രാവശ്യം പറയാം, നമ്മൾ ഭയങ്കര പ്രായക്കാരെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും പറയണ്ട. എന്നാലും ആയിട്ടോ. ആദ്യം ഒരു വൈറ്റ് ഹെയർ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഭാഗ്യാണെന്ന്. ഇപ്പൊ കുറെ വൈറ്റ് ഹെയർ വന്നപ്പോ മനസ്സിലായി അത് സ്റ്റൈലാണ്. ഗ്രേ ഹെയർ ഒരു സ്റ്റൈലാണ്, അത് ട്രെൻഡാണ്. കാരണം ഞാൻ ആദ്യം ഒന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞേ അത് പൊട്ടിക്കരുത്, ഭാഗ്യം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ കുറെ വൈറ്റ് ഹെയർ നോക്കുമ്പോ സൂപ്പർ ഭാഗ്യം.
യെസ്, അടുത്ത നമ്മളെ റൗണ്ടിലേക്ക് പോവാണ് സ്വീപ്പോ സ്വീപ്പ് റൗണ്ട്. സ്വീപ്പ്. യെസ്, റാപ്പിഡ് ഫയർ. Oh my സിമ്പിൾ. god. ചായയോ കാപ്പിയോ? ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി. ഞാൻ അത് തന്നെയാണ് ഇന്ന് കൊടുത്തത്. അതെ, കൂടുതലും. ഏറ്റവും ഫേവറേറ്റ് മലയാളം മൂവി? കൊറേ ഉണ്ട്. ഇല്ലില്ല, ഒന്നേ പറയാൻ പറ്റും. അത് എല്ലാവരും പറയുന്ന ഉത്തരാ. ഓ കുറേ ഉണ്ട്, പക്ഷെ ഇല്ല. മണിച്ചിത്രത്താഴ്. വെരി ഗുഡ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ സ്ക്രീൻ ഷെയർ ചെയ്യാൻ? സൽമാൻ ഖാൻ. ഓ ദേ ബോളിവുഡിലേക്ക് പോയി. ഞാൻ ഇപ്പൊ വീണ്ടും പറയണം, മലയാളം പറയൂ. അല്ല, മലയാളത്തിൽ സൽമാൻ ഖാനെ കൊണ്ടുവരട്ടെ. ഞാനിപ്പോ എന്താ പറയാ, ഏറ്റവും കൂടുതൽ അല്ല ഞാൻ നമ്മുടെ മലയാളത്തിൽ എന്താ അർത്ഥം? ഇവിടെ ഒരു പ്രാവശ്യം സൽമാൻ ഖാൻ വന്നപ്പോ ഞാൻ ഇക്കോട് പറയാം, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൽമാൻ ഖാന്റെ അടുത്ത് പോകാൻ പറ്റും. ഒരു വാക്ക് പറയണ്ടേ? എന്നെ കൊണ്ടുപോയിരുന്നോ? നിങ്ങളെ പേര് പറഞ്ഞു, എനിക്ക് പോയി കാണായിരുന്നു. നിങ്ങൾ ഏറ്റവും ഒരു ഗിൽറ്റി പ്ലഷർ ഭക്ഷണം എന്താണ്? ഗിൽറ്റി പ്ലഷർ കഴിക്കാൻ പറയും. ചോക്ലേറ്റ്. ഏറ്റവും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഡാൻസ്? ബോളിവുഡ്. ബോളിവുഡ് ഇഷ്ടം? സെമി ക്ലാസിക്കൽ അങ്ങനത്തെ സ്റ്റൈലാണ് ചോദിക്കുന്നത്. അല്ലേ, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊരു മാധുരി സ്റ്റൈലാണ് ഏറ്റവും ഇഷ്ടം. മാധുരി ദീക്ഷിത് അവരൊക്കെ ചെയ്യുന്ന ഒരു മാം അങ്ങനത്തെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഗ്രേസ്ഫുൾ. ബോളിവുഡ് ഗ്രേസ്ഫുൾ. അടിപൊളി. ഒരു മലയാളം പാട്ട് നിങ്ങളുടെ ഒരിക്കലും തലേന്ന് വിട്ടുപോകാത്ത? തുമ്പി വാ തുമ്പക്കുടത്തിൽ. ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ടും പാടിയ പാട്ടും ഒക്കെ എനിക്ക് ഇപ്പോഴും ലിറിക്സ് അറിയുന്ന പാട്ടും അത് മാത്രമേ പഠിച്ചോനെ. വെറുതെ എന്തിനാണ് എന്നെ മാറ്റിക്കുന്നത്? എനിക്ക് പാടാൻ അറിയും. ഞാൻ എവിടെയെങ്കിലും പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്നെ കൂടെ പാടിപ്പിക്കും. എന്നോടുള്ള ഇതൊന്നും മാറരുത് കേട്ടോ. ഇല്ല. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ, തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ, ആകാശ പൊന്നാലിനലകളിലായത്തിൽ തൊട്ടേ വരാൻ, ആകാശ പൊന്നാലിനലകളിൽ ആയത്തിൽ തൊട്ടേ വരാൻ. താങ്ക് യു. ഇത് കഴിഞ്ഞിട്ടില്ല. സ്വീപ്പായി കൊല്ലും ഞാനേ. ഇത് സ്വീപ്പല്ല. നിങ്ങളുടെ സ്ട്രെസ് ബസ്റ്റർ നിങ്ങൾ എന്താണ്? ഒരു സ്ട്രെസ് വന്നാൽ അത് ബസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഷോപ്പിങ്ങിന് പോവും, ചോക്ലേറ്റ് കഴിക്കും. ഷോപ്പിങ്ങിന് പോവും, ചോക്ലേറ്റ് കഴിക്കും. ഏറ്റവും സ്ട്രെസ് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിക്കും പെട്ടെന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് കോംപ്ലിമെന്റ് നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടിയത്? നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കോംപ്ലിമെന്റ്? എനിക്ക് എൻ്റെ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് അതിങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ബെസ്റ്റ് കോംപ്ലിമെന്റ് എനിക്ക് എൻ്റെ മമ്മീൻ്റെ അടുത്ത് നിന്ന് വരുമ്പോഴാണ് ഐ ഓൾവേസ് ഫെൽറ്റ് ഇറ്റ്സ് എ ബെസ്റ്റ് കോംപ്ലിമെന്റ്. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിനെ കുറിച്ച് ഒരു വാക്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഫ്യൂച്ചർ ഗോൾസ്? യെസ്. എല്ലാം പഠിച്ചും വിധിച്ച പോലെയാണ്. അപ്പൊ നമ്മളൊന്നും റിട്ടേൺ ഒന്നും അല്ല. അപ്പൊ ഒറ്റ വേർഡിൽ പഠിച്ചോൻ അങ്ങനെയല്ല. ഐ എം നോട്ട് എ പേഴ്സൺ ദാറ്റ് ലെറ്റ് ഇറ്റ് ഗോ ഇൻ എ ഫ്ലോ. അങ്ങനെ ഞാൻ തീരുമാനിക്കാറില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഐ എം എ മദർ, ഐ എം എ വൈഫ്, ഐ ഹാവ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. യെസ്. അതുപോലെ തന്നെ എനിക്ക് നല്ല സിനിമകൾ വന്നാൽ ഒബ്വിയസ്ലി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും. അടിപൊളി. നല്ലൊരു മോളും ആയിരിക്കും എൻ്റെ മമ്മിക്കും ഡാഡിക്കും. ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ ആകട്ടെ. നല്ല നല്ല പടങ്ങൾ ഇനിയും വരട്ടെ. നല്ല നല്ല ഹ്യൂജ് പ്രൊജക്ട്സ് വരട്ടെ. നമ്മുടെ ഈ ഷോ സൊറബറെ കുറിച്ച് 2 വാക്ക്. അയ്യോ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വലിയൊരു സോറി പറയണം സുബിനോട്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് മൂമെന്റ് അന്ന് ക്യാൻസൽ ചെയ്തത് ബിക്കോസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അയ്യോ, കുഴപ്പമില്ല. പിന്നെ ക്ഷമിച്ചിരിക്കുന്നു. സോ അതുകൊണ്ട് ഞാൻ സുബിൻ എന്തായാലും എൻ്റെ മമ്മിയുടെ ബിരിയാണി വെച്ച് ഒരു ദിവസം വിളിക്കുന്നതാണ്. അടിപൊളി അടിപൊളി സൂപ്പർ. പക്ഷെ എന്താണ് സൊറബറെ കുറിച്ച് പറഞ്ഞെങ്കില്ല. സോറി. ഐ ലൈക്ക് ഇറ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്റർവ്യൂസിന് വരുമ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞില്ല, സുബിൻ എന്നോട് ചോദിച്ചില്ലേ ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല, അവർക്ക് വേണ്ടത് പോസിറ്റിവിറ്റി അല്ല എന്ന് എനിക്കൊരു തോന്നിച്ച. എനിക്ക് ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ വീട്ടുകാര്യങ്ങൾ ചോദിക്കുക, ഒരു എന്താ പറയാ, ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് യൂട്യൂബിൽ എന്ത് ഹെഡിങ് ഇട്ടാലാണ് നമ്മുടെ ലൈക്സ് കൂടുക, അങ്ങനത്തെ ഇത് ആയതിനു ശേഷം ഞാൻ കുറച്ചൊക്കെ മാറി നിൽക്കലാണ്. കാരണം നിങ്ങളുടെ ഇന്റർവ്യൂസ് ബാക്കി കാണുമല്ലോ നമ്മള്, അല്ല ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക്, അങ്ങനെ വിശ്വസിച്ച് ഇറങ്ങിയതാണ്. സോ താങ്ക് യു വൺസ് അഗൈൻ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിൽ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇനിയും നിങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ സക്സസ് ആയതിനു ശേഷം നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും സക്സസ് ആയ വിളിക്കില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി സക്സസ് ആണല്ലോ. ബിക്കോസ് ഓൾറെഡി പരിപാടികൾ നടക്കുന്നുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് അതും ആവട്ടെ, നാട്ടിൽ നിന്ന് ഉറക്കാൻ പറ്റുന്ന കണ്ണൂർ നമ്മുടെ നാട്ടിൽ തന്നെ ഉറക്കാൻ പറ്റട്ടെ അല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി ഇല്ല, അത് ഇടയ്ക്ക് അങ്ങോട്ട് പോകും. എന്തായാലും മാസം നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്, അവിടെയും പോവാ. നിങ്ങളുടെ സൗത്തിലെ പല പല മേഖലയിലും നിങ്ങൾ ഈ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക, ഒരു ബ്രാൻഡ് ആക്കി മാറ്റുക. ഷംന ഖാസിം അങ്ങനെ വേണ്ട. ഷംന ഖാസിം. So thank you once again. Thank you so much. Thank you so much.